ചേച്ചി യെസ് ജർമ്മൻ ലാംഗ്വേജ് അറിയോ? ജർമ്മനോ? ജർമ്മൻ അറിയാവുന്ന ഒരാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. ജീവിക്കാനുള്ള ജർമ്മൻ പഠിച്ച ഒരാള്, ജീവിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ജർമ്മൻ ലാംഗ്വേജ്. അതെ, ആരായിരിക്കും? ജർമ്മനി കല്യാണം കഴിച്ച ഒരാള്. കല്യാണം കഴിച്ച ഒരാള്. ഹലോ ഹലോ, എന്താ തിരിഞ്ഞു നോക്കണ? എന്താ രാഹുലേട്ടൻ തന്നെ. ഞങ്ങളൊന്ന് പഠിപ്പിച്ചു താരണ്ട് ജർമ്മൻ. കുറച്ച് ജർമ്മൻ പറ രാഹുൽ. നമുക്ക് അറിയാത്തത് ആ ഭാഷ. അവര് ജർമ്മനിയിൽ നിന്ന് വന്ന് മലയാളം പഠിച്ചു. അവര് മലയാളം പഠിച്ചു, നന്നായി മലയാളം പഠിച്ചു. ഞാൻ ജർമ്മൻ പഠിക്കില്ലല്ലോ. എന്നാലും കുറച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ പറ, ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് വിശക്കുന്നു. ഓ, ജീവിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. Ich habe Hunger. എന്താന്ന്? Ich habe Hunger. ഇത് ഹിന്ദി അല്ലേ? അല്ല, കൊങ്ങിണി. ഹൂങ്ക. Ich habe Hunger. ഹങ്കർ ാണോ? മാങ്ങയുടെ മൂങ്ങ എന്നൊക്കെ പറയുന്നോ? ഓക്കെ. വേറെ Ich liebe dich. എനിക്കല്ലേന്നല്ലാണോ? അല്ല, I love you. അമ്മച്ചി. അത് ഇടയ്ക്കിടയ്ക്ക് പറയാം. Ich മറന്നു കേട്ടോ. ലീബ് ഇപ്പൊ പറയാറില്ല ഭാര്യയോട്. ഇതൊന്നും പറയാറില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന വീട്ടിൽ പോയി ചേട്ടനോട് പറയാമോ? എന്ത് ജർമ്മനില? നമുക്കൊന്ന് സർപ്രൈസ്. ഈ ഗ്ലാസ് കൊണ്ട് ഞാനൊന്ന് എറിയട്ടെ. നമ്മുടെ ഉഷാ ദീദി ഇല്ലേ? ഉഷാ ദീദി നമ്മുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ട് ലവ് മാരേജ് ആണല്ലോ ദീദിയുടെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ഈ ഐ ലവ് യു അതൊന്നും പറയത്തതേ ഇല്ല, ഒന്നും പറയത്തില്ല. എന്നാ സ്നേഹമാണ് മനസ്സിൽ. അപ്പോൾ ദീദി പറഞ്ഞു, നിങ്ങൾ ഒരു തവണയെങ്കിലും എൻ്റെ അടുത്ത് ഒരു ഐ ലവ് യു പറ, അത് കേട്ടാ ഞാൻ അപ്പം തന്നെ വീണ് ചത്തോളാന്ന്. അതുകൊണ്ടാ പറയാത്തത്. പറഞ്ഞിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഉഷാ ദീദിയെ ഓർമ്മ വന്നു. അണ്ണ എന്നെ രക്ഷിച്ചു. അല്ല രാഹുലേട്ടാ, ഈ അടിയൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയാ ചേച്ചി മലയാളത്തിലൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങിയ? അല്ല, മലയാളം പറയോ രാഹുലിന്റെ വൈഫ്? ആണോ? നന്നായിട്ട് പറയും. നന്നായിട്ട് പറയും. എന്നേക്കാൾ നന്നായിട്ട് വൈഫ് പറയുന്നു. ആണോ? യെസ്. ഓ നൈസ്. ഓക്കെ.